ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊട്ടാരമറ്റം ഗേറ്റ്, റബ്ബർ കരിയിലെയും റബ്ബർ കായ്കളും വീണ് മൂടിയ പാത, ചരൽ വിരിച്ച മുറ്റം, മുറ്റത്തുകൂടി ഓടി വരുന്ന കുട്ടികൾ. അത് ജോൺ പോളും ദിയമോളുമായിരുന്നു. റോബർട്ടും അൻസിയും സിറ്റൗട്ടിലുണ്ട്. കാർ നിർത്താൻ ആംഗ്യം കാട്ടിക്കൊണ്ട് ജോൺ പോൾ കാറിന്റെ മുന്നിലൂടെ ഓടി. സ്റ്റാൻലി കാർ നിർത്തിയതും ദിയമോൾ ഡോറിൽ വന്ന് അലച്ചു തട്ടി വിളിക്കാൻ തുടങ്ങി. അലീന ഡോർ തുറന്നിറങ്ങിയതും ജോൺ പോൾ ഇരു കൈയും വിടർത്തിപ്പിടിച്ച് അവളുടെ ദേഹത്തേക്ക് പാഞ്ഞു വീണു. അലീന അവനെ പൊക്കിയെടുത്ത് വട്ടം കറക്കി ഒരു ഉമ്മയും കൊടുത്ത് താഴെ നിർത്താൻ ശ്രമിച്ചു. എന്നിട്ട് വേണം അവൾക്ക് ദിയമോളെ എടുക്കാൻ. പക്ഷേ ജോൺ പോൾ താഴെ ഇറങ്ങാതെ അലീനയുടെ കഴുത്തിൽ ചുറ്റിപ്പറ്റി അള്ളിപ്പിടിച്ചിരിക്കുകയാണ്. സിറ്റൗട്ടിൽ നിന്ന് റോബോട്ടിന്റെ ഉഗ്രശാസന വേണ്ടി വന്നു അവൻ പിടുത്തം വിടാൻ. അടുത്ത ദിയമോളുടെ ഊഴമായിരുന്നു. പിള്ളേരുടെ സ്നേഹം കണ്ടോ? ആൻസി അതിശയത്തോടെ ഭർത്താവിനോട് പറഞ്ഞു. ആൻസിയുടെ അമ്മ മറിയക്കുട്ടിയും ഉണ്ടായിരുന്നു സിറ്റൗട്ടിൽ. ആൻറ്റി വന്നേ, അലീന ആൻറ്റി വന്നേ, ജോൺ പോൾ ആരോടൊന്നില്ലാതെ വിളിച്ചു പറഞ്ഞുകൊണ്ട് മുറികളിലൂടെ എല്ലാം ഓടി. അവന് ആഹ്ലാദം അടക്കാൻ കഴിയുന്നില്ലായിരുന്നു. റോബോട്ടിനോടും ആൻസിയോടും മറിയക്കുട്ടിയോടും കുശലാന്വേഷണം നടത്തിയ ശേഷം അലീന ഷെറിൻ്റെ റൂമിലേക്ക് ചെന്നു. ഷെറിൻ മേശയ്ക്ക് മുന്നിൽ നിന്ന് ഒരു ആൽബം മറച്ചു നോക്കുകയായിരുന്നു. ആരുടെയോ കാൽപരിമാനം കേട്ടതും അവൾ അത് പുറകിൽ മറച്ചു പിടിച്ചു. ആൻറ്റി എന്ത് ചെയ്യുകയാ? ഒന്നും ചെയ്യുന്നില്ല എന്ന മട്ടിൽ അവൾ തലവെട്ടിച്ചു. എന്നെ കണ്ടപ്പം എന്തോ ഒളിച്ചു പിടിച്ചത്? ഒന്നുമില്ല, എന്തോ ഒന്ന് ഞാൻ കണ്ടു. ഇല്ല, ശരി, കണ്ടില്ല, അലീന സമ്മതിച്ചു. അവൾ ഷെറിൻ്റെ അടുത്ത് ചെന്നു. സുഖമാണോ റാണി ആൻറ്റിക്ക്? പൊടുന്നനെ ഷെറിൻ പിന്നിൽ നിന്ന് കൈ വലിച്ചെടുത്ത് കയ്യിലിരുന്ന ആൽബം കൊണ്ട് അലീനയുടെ തലയ്ക്ക് തന്നെ ഒരടി കൊടുത്തു. ഒട്ടും പ്രതീക്ഷിക്കാത്ത ആക്രമണമായതിനാൽ അലീന ഞെട്ടിപ്പോയി. അടിക്ക് ശക്തിയുണ്ടായിരുന്നു. അവളുടെ പ്രതിജ്ഞാഭംഗമാകുകയും കണ്ണു നിറയുകയും ചെയ്തു. എല്ലാം 3-4 നിമിഷം കൊണ്ട് കഴിഞ്ഞു. ഷെറിൻ്റെ ചൂണ്ടുവിരൽ അലീനയുടെ മുഖത്തിന് നേർക്ക് നീന്നു. കള്ളി, നുണച്ചി, അവൾ അലീനയുടെ നേർക്ക് ആക്രോശിച്ചു. എൻ്റെ മോളെ കാട്ടിത്തരാന്ന് പറഞ്ഞിട്ട് എവിടെ പോയി? അലീനയ്ക്ക് അത് കേട്ടപ്പോൾ സങ്കടമായി. അലീന അവളുടെ ചൂണ്ടിയ വിരലിൽ പിടിച്ചു. മറ്റേ കൈയുടെ തോളിലും പിടിച്ചു. അതിനാണോ അടിച്ചത്? അവൾ ചോദിച്ചു. അടിച്ചപ്പോൾ എന്നോടുള്ള ദേഷ്യം തീർന്നു? ഇല്ല, ഇനിയും ദേഷ്യമുണ്ട്. എന്നാൽ ഇനി അടിച്ചോ, ദേഷ്യം തീരണത് വരെ. ഷെറും വീണ്ടും അടിക്കാൻ കൈയോങ്ങി. അലീന നിർനിമിഷം നിന്നുകൊടുത്തു. അല്ലെങ്കിൽ വേണ്ട. ഷെറിൻ കൈ താഴ്ത്തി. അടിച്ചോ, ദേഷ്യം തീരട്ടെ. എത്ര അടിച്ചാലും ദേഷ്യം തീരില്ല. എന്നെ പറ്റിച്ചില്ലേ? എൻ്റെ മോളെ കൊണ്ടുതരാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നോ? അത് 1-2 ആഴ്ച കൊണ്ട് നടക്കുന്ന കാര്യമാണോ? മോൾ എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ സമയം വേണ്ടേ? അല്ലെങ്കിൽ റാണി ആൻറ്റി പറഞ്ഞു തരണം മോൾ ഏത് ഓർഫനേജിലാണെന്ന്. അവിടെയില്ല, ഷെറിൻ വിഷാദത്തോടെ പറഞ്ഞു. സാരമില്ല, നമുക്ക് കണ്ടുപിടിക്കാം കേട്ടോ. അലീന അവളുടെ തോളിൽ കൂടി കൈയിട്ട് മെല്ലെ നടത്തി കട്ടിലിൽ കൊണ്ടുചെന്നിരുത്തി. അവളുടെ കയ്യിലിരുന്ന ഫോട്ടോ ആൽബം നോക്കിക്കൊണ്ട് ചോദിച്ചു. ഇതേതാണ് ഈ ആൽബം? എന്നെ കാണിക്കോ? കാണിക്കാം. ആരോടും പറയരുത്. പറഞ്ഞാലെന്താ? പറയോ? ഇല്ല. ഡെറിയുടെ വലുപ്പത്തിലുള്ള ആൽബം ഷെറിൻ തുറന്നു കാണിച്ചു. അവൾ പഠിച്ചുകൊണ്ടിരുന്ന കാലത്തെ ഫോട്ടോഗ്രാഫുകളായിരുന്നു അതിനുള്ളിൽ അടക്കിയിരുന്നത്. കുട്ടിക്കാലത്തെ ചില പടങ്ങൾ, സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തെ ചിത്രങ്ങൾ, കോളേജ് വിദ്യാഭ്യാസ കാലത്ത് കൂട്ടുകാരും ഒറ്റെടുത്ത ഫോട്ടോഗ്രാഫുകൾ, പിന്നീട് പേജിൽ കണ്ട ചിത്രങ്ങൾ അലീനയെ ആശ്ചര്യപ്പെടുത്തി. അവയെല്ലാം ജിജോമോൻ്റെ ഫോട്ടോഗ്രാഫുകളായിരുന്നു. അലീന മാമച്ചൻ്റെ വീട്ടിൽ വെച്ച് ജിജോമോൻ്റെ ഫോട്ടോ ധാരാളം കണ്ടിട്ടുള്ളതിനാൽ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു. ജിജോയും ഷെറിനോടും കൂടി നിൽക്കുന്ന ചില പടങ്ങളും ഉണ്ടായിരുന്നു. ഇതാരാ? ജിജോമോൻ്റെ ഫോട്ടോയിൽ വിരലൂന്നിക്കൊണ്ട് അലീന ചോദിച്ചു. ആരെങ്കിലും കേൾക്കുമോ എന്നറിയാൻ ചുറ്റും നോക്കിയിട്ട് ഷെറിൻ പറഞ്ഞു. എൻ്റെ മോളുടെ പപ്പയാ. അതെങ്ങനെ സംഭവിച്ചു? അതൊരു കഥയാ. ഇപ്പം പറഞ്ഞ ആരെങ്കിലും കേൾക്കും. ഇവിടെ ആർക്കും അറിയില്ലേ? എല്ലാവർക്കും അറിയാം. ആർക്കൊക്കെ? അലീന അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. എല്ലാം അറിഞ്ഞിട്ടെന്തിനാ? ഷെറിൻ സംശയത്തോടെ ചോദിച്ചു. നമുക്ക് മോൾ എവിടെയാണെന്ന് കണ്ടുപിടിക്കണ്ടേ? അപ്പോഴേക്കും ദിയമോളും ജോൺ പോളും കൂടി വാതിക്കൽ വന്ന് അലീനയെ വിളിക്കാൻ തുടങ്ങി. കുട്ടികൾ ഒരിക്കലും ഷെറിൻ്റെ റൂമിലേക്ക് കടന്നു വരാറില്ല. അവർക്ക് ഷെറിനെ ഭയമാണ്. കണ്ണുരുട്ടി കാണിച്ചും കൈനഖങ്ങളും നാക്കും പുറത്തേക്ക് തുറച്ചു കാണിച്ചും അവൾ മുൻപ് അവരെ ഭയപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പോയിട്ട് കുറച്ച് കഴിഞ്ഞ് വരാം. ഇത് സൂക്ഷിച്ചു വെച്ചു. അലീന ആൽബം അവൾക്ക് തിരിച്ചു നൽകിയിട്ട് എഴുന്നേറ്റ് പോന്നു. വൈകുന്നേരം 4 മണിയായപ്പോഴേക്കും ഔസപ്പച്ചനും വത്സമയും സാന്ദ്രയും ജോസൂട്ടിയും മിലനും എത്തിച്ചേർന്നു. ആൽബർട്ടും ഭാര്യയും റാണിയും ശോഭിയും കൂടി വന്നു ചേർന്നതോടെ തറവാട്ടിൽ ഉത്സവ പ്രതീതിയായി. നിങ്ങളെന്താ പെസഹ വ്യാഴാഴ്ച വരാതിരുന്നത്? എങ്കിലല്ലേ എല്ലാവർക്കും കൂടി ഇവിടെ പെസഹ ആഘോഷിക്കാമായിരുന്നല്ലോ? ആൻസി അലീനയോടായി ചോദിച്ചു. പപ്പ സമ്മതം മൂളി വന്നപ്പോഴേക്കും ശനിയാഴ്ചയായി അല്ലേ വല്യപ്പച്ച? അലീന ചെറുചിരിയോടെ പറഞ്ഞു. എന്നാലും അവൻ സമ്മതിച്ചല്ലോ, അതുതന്നെ വലിയ കാര്യം, അത് കുട്ടിച്ചാൻ പറഞ്ഞു. പിറ്റേന്ന് ഈസ്റ്റർ ഞായറായിരുന്നു. രാത്രിയിൽ തന്നെ എല്ലാവരും പള്ളിയിൽ പോയിരുന്നു. സ്ത്രീകൾ അടുക്കളയിൽ ഒത്തുകൂടി സദ്യവട്ടങ്ങളൊക്കെ ഒരുക്കി. കുട്ടികൾ നാനാതരം കളികളുമായി വീട്ടിലും പരിസരത്തും ബഹളം വെച്ച് നടന്നു. അലീന 2 ടീമിലേക്ക് മാറി മാറി ഓടിക്കൊണ്ടിരുന്നു. സ്റ്റാൻലിയും ഔസപ്പച്ചനും ആൽബർട്ടും റോബർട്ടും ഉച്ച മുതൽ ആരംഭിച്ച മദ്യവിരുന്ന് രാത്രി 11 മണി വരെ നീണ്ടു.
സ്റ്റാൻലി കാറിൻ്റെ ഡിക്കിയിലോട്ട് കൊണ്ടുവന്ന മുന്തിയ തരം മദ്യം എത്ര കഴിച്ചിട്ടും ആൽബർട്ടിനും ഔസേപ്പച്ചനും റൂബിട്ടനും വേണ്ടത്ര മിനുങ്ങിയില്ല എന്നൊരു ഖേദം ബാക്കി നിന്നു. അവർ കരുതി വെച്ചിരുന്ന നാടൻ ബ്രാൻഡി കൂടി ചെന്നപ്പോഴേക്കും ശരിയായി. ഒരാളെയും കിട്ടിയുള്ളൂ. നേരം പാതിര കഴിഞ്ഞപ്പോഴാണ് വീടിനുള്ളിലെ ഉല്ലാസവും ബഹളവും കെട്ടടങ്ങിയത്. തിങ്കളാഴ്ച സ്റ്റാൻലിയും അലീനയും തിരിച്ചു പോവാണെന്ന് അറിഞ്ഞപ്പോൾ കുട്ടികൾക്ക് നിരാശയായി. പരീക്ഷയെല്ലാം കഴിഞ്ഞ് അവർ സമ്മർ വെക്കേഷൻ മൂഡിലായിരുന്നു. മുതിർന്നവരെല്ലാം തിരിച്ചു പോവുക, കുട്ടികൾ ഒരാഴ്ച തറവാട്ടിൽ നിൽക്കട്ടെ എന്നൊരു അഭിപ്രായ ഭേദഗതിയും ഉണ്ടായി. സ്റ്റാൻലി പക്ഷേ അലീനയെ തറവാട്ടിൽ നിർത്തിയിട്ട് തനിക്ക് തിരിച്ചു പോകാൻ തയ്യാറായിരുന്നില്ല. ഒരാഴ്ച ഒന്നിച്ചു കൂടി താമസിച്ച് ഒടുക്കം ബോറടിക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ മാസത്തിലൊരിക്കലോ മറ്റോ ഒത്തുകൂടുന്നതാണെന്ന് റോബോട്ടും അഭിപ്രായപ്പെട്ടു. ഉച്ചയ്ക്ക് മുൻപേ പുറപ്പെടാനിരുന്ന യാത്ര വൈകുന്നേരത്തേക്ക് മാറ്റിയത് അലീനയുടെ അപേക്ഷപ്രകാരമായിരുന്നു. ഇടയ്ക്ക് അലീന സ്റ്റാൻലിയെ സമീപിച്ച് ഇത്തവണ റാണിയാൻ്റിയെ കൂടി നമുക്ക് കൂടെ കൊണ്ടുപോകാം എന്നൊരു അഭ്യർത്ഥന വെച്ചു. സ്റ്റാൻലി പതിവ് പോലെ ഞൊടിയിടയിൽ അത് നിരസിക്കുകയും ചെയ്തു. വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല പപ്പ. ആൻറ്റി ഉണ്ടെങ്കിൽ എനിക്ക് അവിടെ ഒരു കൂട്ടാവുമല്ലോ. അവിടെ നിനക്ക് കൂട്ടിന് എന്താ കുറവ്? ഞാനില്ലേ, അപ്പച്ചനില്ലേ, നിന്നോട് ഇഷ്ടമുള്ള പ്രാവുകളും നായ്ക്കളുമില്ലേ. നിനക്ക് അവിടെയാണ് കൂടാൻ സമയമൊക്കെ ഞാൻ ഉണ്ടാക്കിക്കോളാം. അലീന പറയുന്നത് കേൾക്ക്. അവളൊരു മനോരോഗിയാണ്, മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ചിലപ്പോൾ വയലൻ്റ് ആവും. കൂടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയോ അവളെ ചികിത്സിക്കുന്ന ഡോക്ടറുമായി കൺസൾട്ട് ചെയ്യുകയോ വേണ്ടി വരും. എനിക്കതിനൊന്നും സമയമില്ല. എനിക്ക് ഉത്തരവാദിത്തമെല്ലാം ഏറ്റെടുക്കാൻ സാധിക്കുമോ? പപ്പ സഹായിച്ചില്ലെങ്കിലും വല്യപ്പച്ചനുണ്ടല്ലോ, അവളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടേ? അപ്പച്ചൻ കുളത്തൂപ്പുഴയിൽ വന്ന് താമസിക്കുകയാ. അത്രയ്ക്ക് അപ്പച്ചൻ്റെ ചുമതലാബോധം. പപ്പയ്ക്ക് റാണിയാൻ്റിയുടെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വമില്ലേ? എനിക്കെന്ത് ഉത്തരവാദിത്തം? ഞാനല്ല ഇതൊന്നും വരുത്തി വെച്ചത്, അപ്പച്ചനും എൻ്റെ അനുജന്മാരും കൂടി ചേർന്നാണ്. പിന്നെ അവളുടെ കയ്യിലിരിപ്പ്. മാനസിക രോഗം ആരെങ്കിലും വരുത്തി വെക്കുന്നതാണോ പപ്പ? ഓരോരോ വിഷമങ്ങൾ ഞാൻ കഴിയുന്നത് വരുമ്പം മനസ്സിൻ്റെ സമനില തെറ്റുന്നതല്ലേ? അലീന, നീ ആവശ്യമില്ലാതെ എന്നോട് തർക്കിക്കരുത്. ഇത് നമ്മുടെ പ്രശ്നമല്ലെന്ന് നീ ആദ്യം മനസ്സിലാക്കണം. എനിക്കതിൽ യാതൊരു പങ്കുമില്ല. അവളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം അപ്പച്ചനോ എൻ്റെ അനുജന്മാരോ ഒരിക്കലും എന്നെ അറിയിച്ചിട്ടില്ല. അവളുടെ കല്യാണം ഉറപ്പിച്ചിട്ട് എന്നെ ക്ഷണിച്ചു. ഞാൻ പോയി കല്യാണം കൂടി, അവിടെ തീർന്നു. പപ്പ അങ്ങനെ കൈകഴുകി ഒഴിഞ്ഞു മാറരുത്. ഒരാങ്ങളയ്ക്ക് അനുജത്തിയോടുള്ള ഉത്തരവാദിത്തം ആരെങ്കിലും ഏൽപ്പിച്ചു തരേണ്ടതല്ലോ. അല്ല, അത് ജന്മാന്തരമായി കിട്ടുന്നതാണ്. അല്ലെങ്കിൽ പിന്നെ കൂടപ്പിറപ്പുകൾ എന്ന് പറയുന്നതിൽ എന്തർത്ഥം? പപ്പയുടെ അനുജത്തിക്ക് എന്ത് സംഭവിക്കുന്നെന്ന് ആരും അറിയിച്ചില്ലെങ്കിലും പപ്പ തിരക്കി ചെല്ലണമായിരുന്നു. പപ്പയ്ക്ക് റാണിയാൻ്റിയെ പറ്റി ഒന്നും അറിയില്ല എങ്കിൽ ആ തെറ്റ് പപ്പയുടേത് തന്നെയാണ്. സ്റ്റാൻലിക്ക് പെട്ടെന്നൊരു ഉത്തരം കിട്ടിയില്ല. മകൾ മർമ്മത്ത് തന്നെയാണ് ഊന്നിയിരിക്കുന്നത്. ഒടുവിൽ അയാൾ പറഞ്ഞു, എനിക്ക് എൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തന്നെ സമയമില്ല. അങ്ങനെ ആരുടെയും കാര്യങ്ങൾ ഒന്നും ശ്രദ്ധയുമില്ലാതെ പപ്പ ഇപ്പോൾ എൻ്റെ കാര്യങ്ങൾ നോക്കുന്നില്ലേ? മനസ്സ് വെച്ചാൽ എന്താ നടക്കാത്തത്? ഇതിപ്പോൾ അപ്പച്ചനോ ഔസേപ്പച്ചനോ ആൽബർട്ടോ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സമ്മതിപ്പിക്കണം. പപ്പയല്ലേ മക്കളിൽ മൂത്തയാൾ. എൻ്റെ അനുജയത്തെ എൻ്റെ വീട്ടിൽ കുറച്ച് ദിവസം താമസിക്കട്ടെ എന്ന് പറഞ്ഞ് പപ്പ ആര് തടയും? അലീന, അവരുടെ പ്രശ്നങ്ങളൊക്കെ അവർക്കേ അറിയൂ. നമ്മളിതിൽ തലയിടാതിരിക്കുന്നതാ ബുദ്ധി. അതിൻ്റെ പേര് ബുദ്ധി എന്നല്ല പപ്പ, മനഃപൂർവ്വമുള്ള വെച്ചൊഴിച്ചിൽ എന്നാണ്. റാണിയാൻ്റിയുടെ പ്രശ്നം എന്താണെന്ന് എനിക്കറിയാമല്ലോ. എറണാകുളത്ത് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരാളുമായി ഇഷ്ടത്തിലായി. ആ ചെറുപ്പക്കാരൻ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു. അന്ന് ഗർഭിണിയായിരുന്ന ആൻറ്റി ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചു. ആ കുട്ടിയെ ഓർഫനേജിലാക്കിയിട്ട് എല്ലാവരും കൂടി ആഘോഷമായി റാണിയാൻ്റിയുടെ വിവാഹം നടത്തി. റാണിയാൻ്റിക്ക് വിവാഹത്തിന് മുമ്പ് ഒരു കുട്ടിയുണ്ടായിരുന്നെന്ന് അറിഞ്ഞപ്പോൾ ഭർത്താവ് ഉപേക്ഷിച്ചു. റാണിയാൻ്റിക്കിപ്പോൾ ഭർത്താവുമില്ല, കുട്ടിയുമില്ല. ഇതല്ലേ പ്രശ്നം? സ്റ്റാൻലി സ്തബ്ധനായി നിൽക്കുകയാണ്. ഇതെല്ലാം എൻ്റെ മകൾ എവിടുന്ന് മനസ്സിലാക്കി? ആരാണ് ഇവൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്? എന്തൊക്കെയോ ചില അഭ്യൂഹങ്ങൾ കേട്ടിട്ടുണ്ടെന്നല്ലാതെ തനിക്ക് പോലും ഇത്രയൊന്നും അറിയില്ലായിരുന്നല്ലോ. ഷെറിൻ്റെ ജീവിതത്തിൽ ഇത്രയൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് അപ്പച്ചൻ പോലും എൻ്റെ മുമ്പിൽ വെളിപ്പെടുത്തിയിട്ടില്ല. തറവാട്ടിൽ എന്നും അനഭിമതനായിരുന്നു താൻ എന്ന് സ്റ്റാൻലി ഓർത്തു. അപ്പച്ചനും മറ്റു മക്കളും ചേർന്ന് ഓരോരോ തീരുമാനങ്ങൾ എടുക്കും, നടപ്പാക്കും. പലതും താൻ അറിയുക പോലുമില്ല. ചിലപ്പോൾ ഭംഗിക്ക് വേണ്ടി എന്തെങ്കിലും സൂചന തന്നെങ്കിലായി. അലീന പറഞ്ഞതെല്ലാം സത്യം തന്നെയാണോ പപ്പ? അലീന യാചനാസ്വരത്തിൽ വിളിച്ചു. സ്വന്തം മോളെ നഷ്ടപ്പെട്ട ഒരമ്മയാ അത്. തൻ്റെ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയാത്ത ഒരമ്മ. എനിക്ക് റാണിയാൻ്റിയെ ആശ്വസിപ്പിക്കാൻ സാധിക്കുമെന്നൊരു വിശ്വാസം. ഉറക്ക ഗുളികയും ജയിലിലറയിൽ അടച്ചിട്ടതുപോലൊരു ജീവിതവും ഇല്ലാതെ തന്നെ റാണിയാൻ്റിയുടെ മനസ്സ് തണുപ്പിക്കാൻ കഴിയുമെങ്കിൽ അതല്ലേ പപ്പ നല്ലത്? സ്റ്റാൻലി ഒരു പതർച്ചയോടെ ചുറ്റും നോക്കി. തങ്ങളുടെ സംസാരം ആരെങ്കിലും കേട്ടുവോ? ഞാനൊന്ന് ആലോചിക്കട്ടെ. അത്രയും പറഞ്ഞ് സ്റ്റാൻലി മുറിക്ക് പുറത്തു കടന്നു. അലീനയ്ക്ക് ആശ്വാസമായി. പപ്പ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം സമ്മതിച്ചു എന്ന് തന്നെയാണെന്ന് ഇപ്പോൾ അവൾക്കറിയാം. ഉച്ചയോണെല്ലാം കഴിഞ്ഞ് സ്റ്റാൻലി വീണ്ടും അലീനയുടെ അടുത്ത് വന്നു. അവളെ കൊണ്ടുപോകണോ നമ്മുടെ കൂടെ? നമ്മുടെ പ്രൈവസി
പിന്നെ നിന്റെ ശ്രദ്ധ എല്ലാം പോകും. പപ്പയുടെ ഇഷ്ടം പോലെ ചെയ്തോ. എന്നെ ഓർത്ത് റാണിയാൻറ്റിയെ വിളിച്ചോണ്ട് പോകണ്ട. പപ്പയ്ക്ക് റാണിയാൻറ്റിയുടെ അടുത്ത് സ്നേഹമുണ്ടെങ്കിൽ മാത്രം. സ്റ്റാൻലി വിഷമത്തിലായി. അയാൾ അവതക്കുട്ടിച്ചായനോട് അഭിപ്രായം ആരാഞ്ഞു. അലീനയ്ക്കൊരാഗ്രഹം, റാണിമോളെ കൂടി കുളത്തൂപ്പുഴയ്ക്ക് കൊണ്ടുപോകണമെന്ന്. കാറിലിരുന്നപ്പം അവൾ എന്നോടും പറഞ്ഞിരുന്നു. കൊണ്ടുപോകുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. അത് വേണോ ലാലിച്ച? ഇപ്പം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുക. അവിടെ ചെല്ലുമ്പോൾ കൂടിയാലോ? കുറയുമെന്നാ അലീന പറയുന്നത്. വേറൊരു കുഴപ്പമുണ്ട്. ഒരിളക്കം വരുമ്പോൾ അവൾ കണ്ണിൽ കാണുന്നവരെയൊക്കെ നിലവിളിച്ച് പറയും അവൾക്കൊരു മോളുണ്ടെന്നും അതിനെ ആരോ കൊന്നുകളഞ്ഞെന്നുമൊക്കെ. ഇവിടെ അടച്ചിട്ടിരിക്കുന്നത് കൊണ്ടും ജോലിക്കാർ ഇല്ലാത്തത് കൊണ്ടും അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അവിടെ ചെല്ലുമ്പോൾ ജോലിക്കാർ തന്നെ എത്ര പേരാ. അലീന നോക്കിക്കൊള്ളാമെന്നാ പറയുന്നേ. ലാലിച്ച, ഇളക്കം വന്നാൽ അവൾ പിടിച്ചാൽ നിൽക്കുമോ? ഇവിടെ ആൽബി റോംബിയും ഔസേപ്പച്ചനും കൂടി എന്നാ മൽപ്പിടുത്തം പിടിച്ചിട്ടാണെന്നറിയോ അവളെ വണ്ടിയൊക്കെ കയറ്റി ആശുപത്രിയിൽ കൊണ്ടുപോകുന്നേ. അവിടെ അടങ്ങി എന്ത് ചെയ്യും? പൗലോസും രാജപ്പനും ബൈജുവുമൊക്കെ അറിയണം. നിനക്ക് വട്ടുപിടിച്ചൊരു പെങ്ങളുണ്ടെന്ന് അവന്മാർ കുളത്തുപുഴ മുഴുവൻ പറഞ്ഞു പരത്തും. അങ്ങനെയൊന്നും സംഭവിക്കില്ലെന്നാണ് അലീന പറയുന്നത്. അവൾക്ക് എന്തറിയാം? ഇതിനോടകം 2 തവണയല്ലേ അവൾ കണ്ടിട്ടുള്ളൂ. അതും വലിയ കുഴപ്പമില്ലാതിരിക്കുന്ന സമയത്ത്. നമുക്കൊന്ന് പരീക്ഷിക്കാം. കുറച്ച് ദിവസം നോക്കിയിട്ടേ. പറ്റിയില്ലെങ്കിൽ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവിടാം. സ്റ്റാൻലി തീരുമാനിച്ചു കഴിഞ്ഞു. ഔസേപ്പച്ചൻ ആൽബർട്ടിനോടും റോബർട്ടിനോടും പറഞ്ഞപ്പോൾ അവർ വിസമ്മതം പ്രകടിപ്പിച്ചു. വേണ്ട ലാലിച്ചായ, ലാലിച്ചായന് കഷ്ടപ്പാടാ. അവളുടെ മരുന്നും മന്ത്രവും നേരവും കാലം ഒക്കെ ഇവിടെയുള്ളവർക്കേ അറിയൂ, ആൽബർട്ട് പറഞ്ഞു. അലീന നോക്കിക്കോളുമടാ. ചുമ്മാ കണ്ണും മെഴിച്ച് നോക്കിയാൽ പോരാ. ഇവിടെ ഞങ്ങൾ പെടുന്ന പെടാപ്പാട് ലാലിച്ചനറിയില്ല. റോബർട്ട് ആൽബർട്ടിനെ പിന്താങ്ങി. എനിക്കും അതൊന്നും അറിയണമെന്നില്ലല്ലോ. ഞാനൊന്ന് നോക്കട്ടെ. ഒന്നുമല്ലെങ്കിൽ അവളുടെ മൂത്ത സഹോദരനല്ലേ ഞാൻ. ഇതിൻ്റെ പേരിൽ നിങ്ങൾക്ക് വാശിയൊന്നും കാണിക്കേണ്ട. നിങ്ങളെപ്പോലെ ഒരു അവകാശം എനിക്കുമുണ്ടല്ലോ. ഞങ്ങളോട് ചോദിക്കേണ്ട, അപ്പച്ചനോട് ചോദിച്ചാൽ മതി. അപ്പച്ചനോട് ചോദിച്ചു. അപ്പച്ചൻ സമ്മതിക്കുകയും ചെയ്തു. അത് കേട്ടതോടെ അനുജന്മാർ 3 പേരുടെയും മുഖം ഇരുണ്ടു. അവർ പരസ്പരം നോക്കി. 2 ദിവസം കൊണ്ടിട്ടായ ആഹ്ലാദവും ഉല്ലാസവും സഹോദരഭാവവും മങ്ങിയതുപോലെയായി. റോബർട്ട് അൻസിയോട് അഭിപ്രായം അറിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, കൊണ്ടുപോട്ടെന്നേ. പെങ്ങളെ ശുശ്രൂഷിക്കുന്നതിൻ്റെ സുഖം ചേട്ടനും ഒന്ന് അറിഞ്ഞിരിക്കട്ടെ. വത്സമ്മ അലീനയോട് അനുകൂലിക്കുന്ന മട്ടിലാണ് ഔസേപ്പച്ചനോട് സംസാരിച്ചത്. അലീനയല്ലേ കൊണ്ടുപോകുന്നേ. ചിലപ്പം എന്തെങ്കിലും മാറ്റമുണ്ടായാലോ? നമ്മൾ എത്ര നാളായി ചികിത്സ തുടങ്ങിയിട്ട് ഇതുവരെ വല്ല ഗുണമുണ്ടായോ? എടി, ഇത് പതുക്കെ പതുക്കെയേ മാറൂ. അലീന ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ. അതല്ല വത്സമേ പ്രശ്നം. ലാലിച്ചായനും അലീനയും ഒന്നും അറിയാത്ത ചില പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം അവൾ പറഞ്ഞെങ്കിലോ? ഇത്രയൊക്കെ സംഭവിച്ചിട്ട് എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് മറുപടിയില്ല. ഇനിയിപ്പം ഉടക്കാനൊന്നും നോക്കണ്ട. വരുന്ന പോലെ വരട്ടെ. ഷെറിനെ കുളത്തുപുഴയ്ക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനം ഉറച്ചതോടെ അലീന ഷെറിൻ്റെ മുറിയിലെത്തി. എഴുന്നേറ്റ് വേഗം ഡ്രസ്സ് ചെയ്യ്, നമുക്ക് പോകാം, അലീന പറഞ്ഞു. എൻ്റെ മോളെ കാണാനാ? ഷെറിൻ്റെ കണ്ണുകളിൽ തിളങ്ങി. അല്ല, കുളത്തുപുഴയ്ക്ക്. അവിടെ നമുക്ക് ഒന്നിച്ച് താമസിക്കാം. ഞാൻ വരുന്നില്ല. വരണം. അവിടെ ചെന്ന് താമസിച്ചുകൊണ്ട് നമുക്ക് ആരുടെയും ശല്യം കൂടാതെ മോളെപ്പറ്റി അന്വേഷിക്കാം. ഇവിടെ ഇരുന്ന് അന്വേഷിച്ചാൽ മതി. ഇവിടെ എപ്പോഴും വാതിലെല്ലാം അടച്ചിട്ടിരിക്കുമല്ലേ. നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ അനുവാദമുണ്ടോ? ഇല്ല. അതേസമയം എൻ്റെ കൂടെ വന്നാലോ? നമുക്ക് പറന്ന് നടന്ന് എല്ലായിടത്തും നോക്കാം. മോൾ എവിടെയെന്ന് അലീന ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവളുണ്ടോ ജീവനോടെ? തീർച്ചയായിട്ടും നമുക്ക് കണ്ടുപിടിക്കാം. എന്നെ ആരും വിടില്ല ഇവിടുന്ന്. അനുവാദമെല്ലാം ഞാൻ മേടിച്ചിട്ടുണ്ട്. എഴുന്നേൽക്ക്. എനിക്ക് കുളിക്കണം. കുളത്തുപുഴ ചെന്നിട്ട് കുളിക്കാം. എനിക്കിപ്പോൾ കുളിക്കണം, ഷെറിൻ കെഞ്ചി. അലീന അനുവദിച്ചു. പക്ഷെ ഷെറിൻ കുളി കഴിഞ്ഞിറങ്ങിയായി വരാൻ 1.5 മണിക്കൂർ എടുത്തു. അന്നപ്പോഴാകട്ടെ അവളുടെ മൂഡ് മാറിയിരുന്നു. ചിരിയില്ല, സംസാരമില്ല, നേരെ നോക്കുന്നു പോലുമില്ല. മുഖത്ത് മ്ലാനത. എങ്കിലും അലീന പറഞ്ഞതെല്ലാം അവൾ ഒരു സ്വപ്ന നാടകത്തിൽ എന്ന പോലെ അനുസരിച്ചു. ആൻസി വന്നു ഷെറിൻ്റെ മരുന്നുകൾ എടുത്ത് അലീനയെ ഏൽപ്പിച്ചു. അവ കഴിക്കേണ്ട വിധവും പാലിക്കേണ്ട ചിട്ടകളും മനോരോഗത്തിൻ്റെ വിവിധ പ്രകടനങ്ങളിൽ പെരുമാറേണ്ട വിധങ്ങളും വിശദീകരിച്ചു കൊടുത്തു. വൈകുന്നേരം 5:30 മണിയോടെ അവർ കുളത്തുപുഴയ്ക്ക് പുറപ്പെടാൻ തയ്യാറായി. അലീന എല്ലാവരോടും യാത്ര പറഞ്ഞു. ഷോബിയും റോണിയും ഇന്ന് തിരിച്ചു പോകുന്നില്ല. അവർ 2 ദിവസം കൂടി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ജോസൂട്ടിയും സാന്ദ്രയും മിലനും ഇന്നുകൂടി തറവാട്ടിൽ നിന്നിട്ട് നാളെ പോകും. അലീന എല്ലാവരെയും കുളത്തുപുഴയ്ക്ക് ക്ഷണിച്ചു. അവധിക്കാലമല്ലേ, നിങ്ങൾ അങ്ങോട്ട് വാ. നമുക്കവിടെ 10 ദിവസം ആഘോഷിക്കാം. അവിടെ വന്ന പട്ടി കടിക്കും, ജോൺ ബോൾ പറഞ്ഞു. കുളത്തുപുഴയെക്കുറിച്ച് അവന് അത്രയേ അറിയൂ. അവിടെ ഭീമാകാരമായ നായ്ക്കളുണ്ട്. കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണയും അവരെ യാത്ര അയക്കാൻ എല്ലാവരും സിറ്റൗട്ടിലെത്തിയിരുന്നു. കാർ പുറപ്പെട്ടപ്പോൾ ദിയമോൾ കൈവീശിക്കൊണ്ട് കുറേ ദൂരം പുറകെ ഓടി. അലീനയും ഷെറിനും ബാക്ക് സീറ്റിലാണ് ഇരുന്നത്. അലീന ഷെറിൻ്റെ കൈയെടുത്ത് മടിയിൽ വെച്ചിട്ട് തലോടിക്കൊണ്ടിരുന്നു. അവർ കുളത്തുപുഴ എത്തിയപ്പോൾ സന്ധ്യ കഴിഞ്ഞു. ഇവിടെ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ? വെറുതെ അലീന ചോദിച്ചു. ഊവന്ന് ഷെറിൻ തലയാട്ടി. അലീന ഷെറിനെ തൻ്റെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇനി നമ്മൾ 2 പേരും ഒന്നിച്ച് ഈ റൂമിലാണ് കിടക്കുന്നത്, അവൾ പറഞ്ഞു. എൻ്റെ മോൾ എവിടെയാ? ഷെറിൻ ചോദിച്ചു. റാണി ആൻറ്റി മോളെ കണ്ടിട്ട് എത്ര വർഷമായി? അലീന മറുചോദ്യത്തിന് മുന്നയിച്ചു.
ഷെറിൻ വിരലുകൾ മടക്കി എണ്ണി. 3. അന്ന് അവൾക്ക് എത്ര വയസ്സുണ്ട്? 2. ഷെറിൻ പെട്ടെന്ന് പറഞ്ഞു. എവിടെ വെച്ചായിരുന്നു റാണി ആൻറ്റി മോളെ അവസാനമായി കണ്ടത്? ഓഫനേജിൽ. ഏത് ഓഫനേജിലാണെന്ന് ഓർക്കുന്നുണ്ടോ? അലീന ആകാംക്ഷയോടെ ചോദിച്ചു. തിരുവനന്തപുരത്ത്. തിരുവനന്തപുരത്തെവിടെ? അലീന ഉദ്വേഗഭരിതയായി.